മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബൈ ഷേഖിന്റെ ചിത്രം ചെന്നിത്തല തൃപ്പൂണിത്തുറ ഗ്രാമപഞ്ചായത്തില് 5-ാം ബ്ലോക്ക് പാടശേഖരത്തില് 40 ഏക്കറിൽ വരച്ചിരിക്കുകയാണ്. ഇത് വരച്ചിരിക്കുന്നത് കച്ചി കരിച്ച് ആ കരി ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് രാജീവ് എന്നാണ്. എൻ്റെ സ്വദേശം ചെന്നിത്തലയാണ്. ഞാൻ ചെറുപ്പം മുതലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയൊരു ചിത്രം വരച്ച് വേൾഡ് റെക്കോർഡ് നേടുമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. 2012 മുതൽ ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ്. പക്ഷേ ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ഈ ഒരു 2021 മുതൽ 2021, 22, 23, 24 സമയങ്ങളിൽ ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ വരച്ച ചിത്രം ദുബൈയിലെ രാജാവിൻ്റെ, ദുബൈയിലെ ഷെയ്ഖിൻ്റെ പടമാണ് വരച്ചത്. അത് ആദ്യം വരച്ചത് 40 ഏക്കറിലായിരുന്നു. രണ്ടാമത് 2022 വരയ്ക്കുന്നത് അത് 120 ഏക്കർ. 2023 വരച്ചത് 150 ഏക്കറായിരുന്നു വരച്ചത്. അത് കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം, മഴയും വെള്ളമൊക്കെ വന്നത് കാരണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അപ്പം അത് ഇപ്രാവശ്യം, അതായത് 2024 അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. പക്ഷേ എങ്കിലും കുറച്ച് മഴയുടെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഘട്ടം അത് മഴ പെയ്ത് കുറച്ചൊക്കെ കരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായി പോയി. ഇതിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ മെഷർമെന്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ 3x4 ഒരു ഫ്ലെക്സ് ബോർഡാണ്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അത് എത്രയാണോ വരയ്ക്കാൻ, എത്ര ഏക്കറിലാണോ വരയ്ക്കുക. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് 40 ഏക്കറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 40 ഏക്കറിന്റെ വലുപ്പത്തിൽ നമ്മൾ ഈ 10x10 ഒരു സ്ക്വയർ സ്കെയിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങനെ വരയ്ക്കുന്നത് കച്ചി, നമ്മൾ ഈ കറക്റ്റ് മെഷർമെന്റ് തയ്യാറാക്കിയിരിക്കുന്ന രീതിയിൽ നമ്മൾ കച്ചി ഇട്ടിട്ട് അത് കത്തിച്ചിട്ട് കരി കൊണ്ടാണ് വരയ്ക്കുന്നത്. കൃഷി കഴിഞ്ഞ് കിടക്കുന്ന തരിശായിട്ടുള്ള ഈ പാടത്താണ് വരയ്ക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പടം ഞാൻ പ്രഗത്ഭരായ വ്യക്തികളുടെ ചിത്രം വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ലിസ്റ്റിൽ തന്നെ ഒരു 10-20 പേരോളം ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2021 മുതൽ ഞാൻ ഇദ്ദേഹത്തിന്റെ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്ന ദുബൈ ഷെയ്ഖിന്റെ ചിത്രമാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് 2021 മുതൽ. അപ്പം അത് എല്ലാ വർഷവും ഇത് 2021, 22, 23 ഫെയിലായി പോകുമായിരുന്നു. 40 ഏക്കറും 120 ഏക്കറും 150 ഏക്കറും ഒക്കെ ഫെയിലായി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇദ്ദേഹത്തിന്റെ ചിത്രം തന്നെ പൂർത്തീകരിച്ചിട്ട് അടുത്ത പടം വരയ്ക്കാന്നുള്ളൊരു ഇതായിരുന്നു. ഇതിനെ ഫുള്ള് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ജെഫിൻ, ഇത് പെങ്ങളുടെ മകനാണ്. ജെഫിനാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എൻ്റെ കൂടെ ഒരു 16 ദിവസത്തോളം എടുത്തു ഇത് പൂർത്തീകരിക്കാൻ. അടുത്ത വർഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരല്പം കൂടെ വലുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നത് ഒരു 150 ഏക്കർ വലുപ്പത്തിൽ ചെയ്യാനായിരുന്നു. അതായത് ഒരു 3000 മീറ്റർ സ്ക്വയറിൽ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ കാലാവസ്ഥ ഇത്രയും നമുക്ക് കിട്ടത്തില്ല. ശരിക്കും ഇതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അത് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാനത് പൂർത്തീകരിക്കാൻ ഞാൻ ശ്രമിക്കും. ശരിക്കും ഒരു സ്പ്രേ പെയിന്റിംഗ് തൊഴിലാളിയാണ് ഞാൻ. എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കേണ്ട ഇതിൽ വേണ്ടിയാണ് ഞാൻ ഈ ചിത്രം ചെയ്യുന്നത്. ഒരു മാസത്തേക്ക് അവധി എടുത്തിട്ടാണ് ഇതിപ്പം ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു 5:45-6 മണിയാകുമ്പം ഇറങ്ങിയാൽ ഒരു 9 മണി വരെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ 1 മണി വരെ വീണ്ടും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7:45-8 മണി വരെ രാത്രിയിൽ ചെയ്യും. അങ്ങനെയാണ് ഒരു 16 ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക്. കാരണം നല്ല കഠിനമായ ചൂടുണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത്. പക്ഷേ അത് ഒരു 12-13 ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കാലാവസ്ഥ വ്യത്യാസം വന്നു തുടങ്ങി. അപ്പം മഴയൊക്കെ തുടങ്ങി. അപ്പം ഒരു 3-4 ദിവസം ഉള്ളായിരുന്നു അത് തീരാനായിട്ട്. പക്ഷെ അത് ശരിക്കും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അവിടെവിടങ്ങളിലായിട്ട് കുറച്ചൊക്കെ ബാക്കിയുണ്ട്. എന്നാലും ഒരുവിധം പൂർത്തീകരിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ചിത്രമൊക്കെ ചെയ്യുന്നത്. സാമ്പത്തിക ലാഭം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത്. എൻ്റെ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കണമെന്ന ഒരു ആഗ്രഹമാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മാത്രമാണ്. അത് തന്നെയല്ല, നിങ്ങളിൽ എത്തുന്നത് പോലെ മറ്റുള്ളവരിലും ഈ വീഡിയോ എത്തണമെന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത്.